Hi all, Darshan Academy ReNEET X-ray 2026 Biology Chapter Wise Analysis ബയോടെക്നോളജി ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നും ഈ റീനീറ്റിന് എത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചു, ഏതൊക്കെയായിരുന്നു ആ ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ റീനീറ്റിന് ബയോടെക്നോളജി ആപ്ലിക്കേഷൻസിനകത്തൊന്നും ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചിരുന്നത്. കഴിഞ്ഞ നീറ്റിന് 4 ക്വസ്റ്റ്യൻസ് അതിൽ നിന്നുണ്ടായിരുന്നു. നമുക്ക് ഈ റീനീറ്റിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ആ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 153. The inactive form of Bt toxin is converted to active form in the insect gut. അതായത് ഇൻസെക്റ്റിൻ്റെ ഗട്ടിൽ വെച്ചിട്ട് ഇനാക്റ്റീവ് ആയിട്ടുള്ള പ്രോടോക്സിൻ എങ്ങനെയാണ് ആക്റ്റീവായിട്ട് മാറുന്നത്? നമുക്കറിയാം, ബാസിലസ് തുറിഞ്ചിനിസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇനാക്റ്റീവ് പ്രോടോക്സിനാണ് എന്തെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ പറഞ്ഞ BT ടോക്സിൻ എന്ന് പറയുന്നത്. അത് ഇൻസെക്റ്റുകളുടെ ഗട്ടിൽ റീജിയനിലെത്തുമ്പോൾ pHൻ്റെ വ്യത്യാസം കൊണ്ട്, അല്ലെങ്കിൽ ഡ്യൂ ടു ആൽക്കലൈൻ pH, ഈ പറഞ്ഞ BT ടോക്സിൻ എന്തായിട്ടും അല്ലെങ്കിൽ ഇനാക്റ്റീവ് ആയിട്ടുള്ള BT ടോക്സിൻ ആക്റ്റീവായിട്ട് മാറുകയും ആ ഇൻസെക്റ്റിൻ്റെ അവിടെയുള്ള സെൽസിനെ ഡിസ്ട്രോയ് ചെയ്ത് കളയുകയും ചെയ്യാം. അപ്പം എന്തുകൊണ്ടാണ് അത്, അല്ലെങ്കിൽ എങ്ങനെയാണത് ഇനാക്റ്റീവായിട്ടുള്ള ആക്റ്റീവായിട്ട് മാറാറ്? ഡ്യൂ ടു ആൽക്കലൈൻ pH. അപ്പം ഇവിടെ നമ്മുടെ സെക്കൻഡ് ഓപ്ഷനാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. ദെൻ ഫസ്റ്റ് ഓപ്ഷൻ ന്യൂക്ലിയസസ്. ന്യൂക്ലിയസ് എന്താണെന്നറിയാം, നമുക്ക് ന്യൂക്ലിക് ആസിഡുകളെ ഡിഗ്രേഡ് ചെയ്യുന്ന എൻസൈംസിനെയാണ് നമ്മൾ ന്യൂക്ലിയസസ് എന്ന് പറയാറ്. ദെൻ പ്രോട്ടിയസസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻസിനെ എന്താണ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന എൻസൈമുകളാണ് പ്രോട്ടിയസസ് എന്ന് പറയാറ്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? സെക്കൻഡ് ഓപ്ഷനാണ്. അപ്പം ഈ ആൻസർ അല്ലെങ്കിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവർക്കും വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവർക്കും കിട്ടി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, മറ്റൊരു ചാപ്റ്ററുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.